ഒരുത്തും വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ന്യൂ ജനറേഷൻ്റെ ആളാവുക എന്ന് വെച്ചാൽ ചെറുപ്പക്കാരനാവുക. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങ് പൂന്ത് വിളയാടുക അതിനകത്ത്. കാര്യം വെച്ചാൽ ഈ അഭിനയിക്കാൻ തന്നെ ഇങ്ങനെ ആകുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എത്രയോ സ്ക്രിപ്റ്റ് എഴുതി, കുറേയേറെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. മോഹൻലാലിന് വേണ്ടിയിട്ടും പലർക്കും വേണ്ടിയിട്ടും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് വേണ്ടി ഞാനൊരു റോൾ സത്യത്തിൽ എഴുതിയിട്ടില്ല. അതേസമയം ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സ്കൂൾ ഓഫ് ലിറ്ററേഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഓർക്കാപ്പുറത്ത് ഈ അഭിനയത്തിലേക്ക് ഞാൻ ചെന്ന് ചാടുന്നത്. അപ്പോൾ അത് ചെന്ന് ചാടിയത് തന്നെ അപ്പോഴത്തേക്കും കാലം മാറി. ഒരു പുതിയ സമീപനങ്ങളൊക്കെ സിനിമയിൽ വന്ന ഘട്ടമാണ്. അപ്പോൾ ചെറുപ്പക്കാർ അവരുടേതായ ഒരു സിനിമ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി. അറിയാതെ ആ കോമ്പിനേഷൻ അങ്ങ് ശരിയായി. എനിക്ക് തോന്നുന്നു ചില ഡയലോഗുകളുടെ പ്രത്യേകതകളോ ആ തീമിലെ കണ്ടന്റിൻ്റെ ചില ഒരു പുതിയ തലമുറയെ ആകർഷിക്കുന്ന ചില കാര്യങ്ങളിലും ഒക്കെ ഒരു പിവോട്ടൽ ക്യാരക്ടർ പോലെ, എന്ന് വെച്ചാൽ ഒരു കാരണക്കാരനാകുന്ന കഥാപാത്രത്തെ പോലെ നിൽക്കാൻ പറ്റിയത് കൊണ്ടാകണം എന്നെ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ വക്താവായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളായിട്ടോ മറ്റുള്ളവർ കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ സന്തോഷവാനാണ്. ഈ ട്രിവാൻഡ്രം ലോഡ്ജ് പടം ഇറങ്ങിയ സമയത്തിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, മോടെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നടക്കാൻ പോകുന്നു. എൻ്റെ ദൈവമേ, ബാലിഷ്ടോ ആയാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കൻ്റെ വീട്ടുകാരുമല്ലോ ഈ പടം വല്ലതും കണ്ടു കഴിഞ്ഞാൽ എന്തോ ആകും അവസ്ഥ. പെണ്ണിൻ്റെ അച്ഛനേ ഇങ്ങനെ ആണെങ്കിൽ പെണ്ണ് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കാവുന്ന ലെവലിലൊക്കെ ചിലരൊക്കെ വന്നെന്നോട്, അതൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ. ഇതല്ലാതെ ഒരുപാട് പേര് എനിക്ക് ഈ SMS അയക്കുകയും ഫോണിൽ വിളിച്ചുമൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ചില കുട്ടികൾ എന്നെ വിളിച്ചിട്ട് നിരന്തരമായിട്ട് എൻ്റെ നമ്മൾ ആ ഫാൻ എന്നുള്ള വാക്ക് പറഞ്ഞതിനെക്കാട്ടി നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അത് വളരെ ഒരു ന്യൂനപക്ഷമാണ്. എൻ്റെ മകൻ്റെ പ്രായമുള്ളവരും, എനിക്ക് തോന്നുന്നു എൻ്റെ മകൻ CMS കോളേജിൽ പഠിച്ചതാണ്, അവൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. അവരെല്ലാം എന്നെ ആ രീതിയിലാണ് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് കാണുന്നത്. അത് പക്ഷേ എനിക്കൊരു പുതിയ അനുഭവം അല്ല. കാര്യം ഈ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകനായിട്ട് ഈ അധ്യാപകന്മാർക്കുള്ള ഏക ഗുണം എന്താണെന്ന് വെച്ചാൽ, അവൻ ജോലിക്ക് കയറുമ്പം ഒരു 27-28 വയസ്സുണ്ടെന്നിരിക്കട്ടെ, ആ സമയത്ത് അയാളുടെ മുമ്പിൽ വരുന്നവരും ഒരു 10-20 വയസ്സൊക്കെ അല്ലെങ്കിൽ 18-19-20 വയസ്സുള്ള ചെറുപ്പക്കാർ, അന്നത്തെ ജൂനിയർ ജനറേഷൻ ആയിരിക്കും മുമ്പിലെത്തുക. ഞാൻ 62-ാം വയസ്സ് റിട്ടയർ ചെയ്യുമ്പോഴും ഏതാണ്ട് 22-23 വയസ്സുള്ള കുട്ടികളുമായിട്ടാണ് നമ്മുടെ ഇൻട്രാക്ഷൻസ്. അപ്പം നിരന്തരം ഈ ജോലിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ പ്രായത്തെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തുന്ന ആൾക്കാരുമായിട്ടാണ് നമുക്ക് ഇൻട്രാക്ഷൻസ്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ ജനറേഷൻ്റെ ആ ഒരു അകൽച്ചയൊന്നും ഫീൽ ചെയ്യാറില്ല. എപ്പോഴും എനിക്ക് വയസ്സന്മാരുമായിട്ട് വലിയ കമ്പനിയേ ഇല്ല. നമുക്ക് എപ്പോഴും ചെറുപ്പക്കാരുമായിട്ടുള്ള കമ്പനിയുള്ളൂ. പണ്ടേ ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പും എൻ്റെ ഏറ്റവും വലിയ ആൾക്കാർക്ക് ചെറുപ്പക്കാർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ട്രിവാൻഡ്രം ലോഡ്ജിലൊക്കെ അഭിനയിച്ച് ഇതിലൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളുമായിട്ട് കുറച്ചും കൂടെ ഒരു ഇപ്പോൾ സ്കൂൾ ഓഫ് ലിറ്ററേഴ്സിലെ വിദ്യാർത്ഥി അധ്യാപകൻ എന്നുള്ള അതിനേക്കാൾ മാറിയുള്ള ഒരു ചങ്ങാത്തം അതിനകത്ത് ഉണ്ട്. ആ പോയത് ശങ്കിനി അല്ലയോ? അല്ലണ്ണ, റോസ്ലി, നമ്മുടെ കണ്ണമാലി പള്ളിക്കടുത്തുള്ളേ. അതല്ലടാ, കാമശാസ്ത്രത്തിൽ പറയുന്ന 4 തരം പെണ്ണുങ്ങളിൽ ശങ്കിനിയാവൾ. കാമസലിലെത്താൽ സദാ നനവാർന്നവൾ ശങ്കിനി. എടാ, എനിക്ക് തെറ്റത്തില്ല. ഞാൻ പ്രാപിച്ചിട്ടുള്ള 999 പെണ്ണുങ്ങളിൽ 303 എണ്ണം ശങ്കിനികളാ. അതെന്താ അണ്ണ ഈ 999 നിർത്തിക്കളഞ്ഞത്? നിർത്തിയതല്ലടാ, 1000ാമത്തേത് ഒരു സ്പെഷ്യലായിരിക്കണ്ടേ. ഈ നാഴികക്കല്ലൊക്കെ കണ്ട ചതുപ്പിലും കൊണ്ടുവന്നങ്ങ് നാട്ടാൻ പറ്റുമോ? അത് ശരിയാണ്. ഇപ്പം എന്നെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഈ ഉത്തരം പറയുമ്പോൾ എനിക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ചിലരെന്നോട് ചോദിക്കുക, ഇയാളൊരു അധ്യാപകനല്ലേ ഉള്ളൂ, ഇയാൾക്കൊരു കുടുംബം ഇല്ലയോ, പിന്നെ കുറേ ഒരു സാംസ്കാരിക നാടകകൃത്ത് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരാളെന്നൊക്കെ, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെയൊക്കെയുള്ള റോളൊക്കെ പോയി ചെയ്യേണ്ട വല്ല കാര്യമുള്ളൂ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു രീതി അനുസരിച്ച് എനിക്ക് അതിനകത്തൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അഭിനയിക്കാൻ ഒരു കഥാപാത്രം ആയി നിൽക്കുമ്പം നമുക്കതിനകത്ത് ഇന്ന രീതിയിലുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് ആ സിനിമ ഇട്ടേച്ച് വരാൻ പറ്റുകയില്ല നമുക്ക്. കാര്യം അത് ആ രീതിയിൽ ബന്ധിതമാണ്, അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് സിനിമയുടെ. അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്യുക, ഒന്നുകിൽ ഞാൻ ആ മുഴുവൻ പ്രോജക്റ്റിനെ നശിപ്പിക്കണം, നമ്മളൊറ്റയെടുത്ത് പിൻവാങ്ങുന്നതോടുകൂടി. മാത്രമല്ല, ഇനി മുമ്പോട്ടുള്ള സീൻസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അതാത് സമയത്ത് ചെയ്യുന്ന സീൻസേ അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് ഒന്നിയിലിട്ടേച്ച് പോരുക എന്നിട്ട് ഇതിനെ മൊത്തം തച്ചു. അങ്ങനെ അത് പിന്നെ എനിക്ക് അഭിനയിക്കാനേ പറ്റത്തില്ല, ആരും എന്നെ വിളിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് കിട്ടുന്ന സന്ദർഭത്തിന് ഞാൻ മാക്സിമം ഭംഗിയാക്കുക എന്നുള്ളത് എനിക്ക് പറ്റുള്ളൂ. അപ്പം ഞാനെന്താ ചെയ്യുക, കിട്ടിയ കഥാപാത്രം തെറി പറയേണ്ടവനാണോ, ആ മാക്സിമം ഭംഗിയായിട്ട് 100% ആത്മാർത്ഥതയോടെ ആ തെറി അങ്ങോട്ട് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ആ നിമിഷത്തിൽ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ മക്കളോ ഭാര്യയോ അങ്ങനെ ഒന്നും വരികയില്ല, അവിടെ ഒരു ആർട്ട് ഫോം മാത്രമാണ്. ആ ആർട്ട് ഫോം ഡിമാൻഡ് ചെയ്യുന്നത് തെറിയാണെങ്കിൽ, അത് ഇൻഡയറക്റ്റായി പറയുന്നത് തെറിയാണെങ്കിൽ ഓക്കെ, ഞാനത് പറയുക എന്നുള്ളത് തന്നെയാണ് ആ നിമിഷം ഞാനുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ നിമിഷത്തിൽ നിൽക്കുമ്പോൾ അതിനോട് 100% കൂറ് പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇനി വേറൊരു തിയറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ ഒരു ജീവിതമൊക്കെ നമുക്ക് തന്ന ഒരു ബുദ്ധിജീവിതം കൊണ്ട് ഞാൻ എൻ്റെ സ്വയം രക്ഷയ്ക്ക് കണ്ടുപിടിച്ച ഒരു ന്യായമാണ്. ആ ന്യായം ഇതാണ്: വാക്കുകളിലല്ല, സന്ദർഭങ്ങളിലാണ് അർത്ഥം കിടക്കുന്നത് എന്നാണ്. അതായത് ടെക്സ്റ്റ് അല്ല പ്രധാനം, കോണ്ടെക്സ്റ്റാണ് പ്രധാനം. നിങ്ങളൊരു വാക്ക് പിന്നെ കാണാം എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയ പ്രസക്തിയില്ല. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ പൈസ അവൻ വന്ന് ചോദിച്ചപ്പം മനസ്സിലിടാതെ കാശ് തരാമെന്ന് പറയുമ്പോൾ അവൻ പറയാം എന്നാൽ ഞാൻ പിന്നെ കാണാം കേട്ടോ എന്ന് പറയുമ്പോൾ ആ പിന്നെ കാണായുടെ അർത്ഥം ആ കോണ്ടെക്സ്റ്റാണ് തീരുമാനിക്കുന്നത്. അതേസമയം എൻ്റെ കാമുകിയോട് ഞാൻ പറയാം പിന്നെ കാണാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറി. വാക്ക് രണ്ടും പിന്നെ കാണാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ പദം ഉപയോഗിക്കുന്നത്? സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ചാനലുകളിലായാലും പ്രിന്റ് മീഡിയയിലായാലും സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ടെക്സ്റ്റുകളെ എടുത്തു വെച്ചിട്ട് ആ കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം, കാര്യം കോണ്ടെക്സ്റ്റ് അവിടെ വരുന്നേ ഇല്ല. അവിടെ ടെക്സ്റ്റ് മാത്രം വെച്ചിട്ട് അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഘോരമായ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്നത്. സത്യത്തിൽ കോണ്ടെക്സ്റ്റ് ആ നിമിഷം കഴിഞ്ഞുപോയി, അതാണ് പ്രധാനം. അതുകൊണ്ട് ഇത് ഒരു എന്താണ് ദ്വയാർത്ഥമാണോ, അതോ ഇതിനകത്ത് പണ്ട് വെന്നമ്പിള്ള ചേട്ടനൊക്കെ പണ്ട് നാടകത്തിനകത്തൊക്കെ അതിമനോഹരമായി ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇവരൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, അയ്യോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല, അത് കാണുന്ന നിങ്ങളുടെ മനസ്സിലെ കുഴപ്പം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു എന്ന് പറയും. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ശരിയാണ്, അങ്ങനെ നമുക്ക് ബാധിക്കാൻ പറ്റും. ഇതിനകത്ത് ദ്വയം ഒന്നുമില്ല, ഏകാർത്ഥമേ ഉള്ളൂ. ഞാൻ ആ അർത്ഥമേ കണ്ടുള്ളൂ. നിങ്ങളെന്തിനാ മറ്റേ അർത്ഥം കാണുന്നത്? അപ്പം നിങ്ങൾ പ്രേക്ഷകരാകുന്നതുകൊണ്ടാണ് അങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ കാണുന്നത്. കാണാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, എന്നാലേ നിങ്ങൾ പ്രേക്ഷകരാകൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരർത്ഥമോ രണ്ടർത്ഥമോ മൂന്നർത്ഥമോ ഒക്കെ അതിന് കാണാം. ഞാനൊരു കഥ കേട്ടല്ലോ. എന്താ? ഒരു 999 പെണ്ണുങ്ങളുടെ. ഇതാര് പറഞ്ഞു? അതൊക്കെ ചുമ്മാതെ പിള്ളേരോരോന്ന് പറയുന്നതല്ലയോ? 1000-ാമത്തേത് ആരാന്ന് തീരുമാനിച്ചോ? അല്ല, അത് ഞാൻ മതിയോ, അതോ വനിത തന്നെ വേണം? വരുന്നോ? നല്ല ചാമ്പയ്ക്കയിട്ട് വാറ്റിയ ചാരായുണ്ട്. അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഉച്ച സമയത്ത് അതൊന്നും ശരിയാവില്ല. ഉച്ചയിലെ ബെസ്റ്റ്. നമുക്ക് ആ 999 ജിങ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? എൻ്റെ പ്രായത്തിലും ബാലേന്ദ്ര മേനോൻ്റെ പ്രായത്തിലും ഉള്ള ആൾക്കാർ കാര്യങ്ങളെ കാണുന്ന പോലെ ആവില്ല ഈ പൊതുവിദ്യാഭ്യാസവും ഇതെല്ലാം കിട്ടി വരുന്ന രുചി മാറിയ അഭിരുചി മാറിപ്പോയവരുടെ സമീപനങ്ങൾ. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടക്കാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് മാറി നിന്ന് നോക്കുമ്പം എനിക്ക് വേണമെങ്കിൽ അത് കാണാതിരിക്കാം. അല്ലെങ്കിൽ അത്തരം ഒരിടത്ത് പെയിൻറ്റിങ് നടക്കുന്നു, എക്സിബിഷൻ നടക്കുന്നു, എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ എക്സിബിഷനോ അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോരാം. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇയാൾ ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ പറയാവൂ എന്ന് പറയാൻ പറ്റുമോ? അതെല്ലാവരുടെയും സ്വാതന്ത്ര്യമല്ലേ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ഇയാൾ ആവിഷ്കരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു അനാവശ്യ പരിപാടിയാണ്. ഇത് സിനിമയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കവിത എഴുതാൻ നേരം ആരാണ് സെൻസർ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരാൾ പടം വരയ്ക്കുന്നതിന് എന്ത് സെൻസറിങ്ങാണ്? ഇത് നാടകം ചെയ്യുന്നതിന് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാലത്ത് ഇപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റിയാക്കിയൊക്കെ ചെയ്ത് നടന്ന കാലത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നൊന്നും അല്ല. ഇങ്ങനെ ഒരു സെൻസർ ബോർഡോ ഒന്നുമില്ല. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഒട്ടുമേ സ്വാതന്ത്ര്യം ഇല്ലാത്ത സത്യത്തിൽ സിനിമയിലാണ്.
ഇതെല്ലാം ഇങ്ങനെ ബീപ്പ് സൗണ്ട് ഇടുക, എനിക്ക് അതിനോട് എതിർപ്പാണ് സത്യം. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ അത് ചെയ്യാൻ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം? ഇത് കഷ്ടപ്പെട്ട് നമ്മളൊരു ഡയലോഗ് പറഞ്ഞാൽ ആ ഡയലോഗ് കേൾപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല അത് ഇതെന്തോ കുഴപ്പമാണെന്ന്, കുഴപ്പം അല്ലാന്നോ ഒരു സ്വാഭാവികത ഇവിടെ ഉൾക്കൊള്ളാനിരിക്കുന്ന ഒരു ഭാവുകത്വത്തിന് ഒരു അടിവര ഇട്ട് കൊടുക്കുക, ഇത് കുഴപ്പമാണ്. അതല്ലേ ഈ ബീപ്പ് സൗണ്ട് കൊണ്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെൻറ്റുകൾ കൊണ്ട് ചെയ്ത് എന്താണ് സത്യത്തിൽ ചെയ്യുന്നത്? ഇതിനെ കൂടുതൽ ഒരു എടുത്തു കാണിക്കുകയാണ്. ഇത് കുഴപ്പമാണ്. ചിലപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമായിക്കൊള്ളണമെന്നില്ല. ഇനി അഥവാ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്കത് വേണ്ടാന്ന് വെക്കാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്കാരെയും അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അത് ചെയ്യുന്നവൻ്റെ ബോധമാണ് അത് തീരുമാനിക്കേണ്ടത്. ഒരു ആർട്ട് ഞാനത് നിത്യജീവിത വ്യവഹാരം പോലെ തന്നെ കാണിക്കണമോ അതോ സൂചനകളാണോ ഞാൻ ഉപയോഗിക്കേണ്ടത്? അതിൽ സൈൻ ലാംഗ്വേജ് ആണ് ഒരു കലയെ കലയാക്കുന്നത് എന്നൊക്കെയുള്ള അവബോധങ്ങൾ ഈ സൃഷ്ടാക്കളിൽ ഉണ്ടാകണം. അവരിൽ വന്നാലേ അതിൻ്റെ മാറ്റം വരുള്ളൂ. അപ്പോൾ അവർ കാണുകയും എടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വേറെ രീതിയിലാണെങ്കിൽ അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിച്ചു പോകും. നമുക്കൊന്നും നിവൃത്തിയില്ല വേണ്ടെന്ന് പറയാൻ. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലയിടത്ത് മാത്രമല്ല, എല്ലാ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഒന്നേ തീരുമാനിക്കണോ അല്ലെങ്കിൽ തീരുമാനിക്കാതിരിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു പദം ഉപയോഗിക്കണോ വേണ്ടേ? ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ഇയാൾ ആവിഷ്കരിക്കണമെന്ന് പറയുന്നത് എന്ത് സ്വാതന്ത്ര്യമാണ്? അത് നടക്കുന്ന കാര്യമല്ല. ഒന്നുമില്ലേലും നാടകം ചെയ്യാമല്ലോ. അല്ലെങ്കിൽ കുറേ നാൾ നാടകത്തിൻ്റെ വർക്ക്ഷോപ്പുകളൊക്കെ നടക്കുന്നിടത്ത് പോയി കത്തി വെക്കാനുള്ള കുറച്ച് വെടിമരുന്നൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ കിട്ടുമല്ലോ. അത്രയൊക്കെ പോരെ എന്നുമൊക്കെ ഉള്ളൊരു ചിന്ത. എനിക്ക് വലിയ ആഗ്രഹങ്ങളും അങ്ങനെയില്ല. അതുകൊണ്ട് ചെറിയൊരു പേടി വന്നത് മകളുടെ കല്യാണമായിരിക്കുന്നു, വസ്തുവകൾ അവൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല. അത്തരത്തിൽ ഭ്രമകൽപ്പനകളിൽപ്പെട്ടൊരു ജീവിതം ഞാൻ ജീവിച്ചില്ല. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ തന്നെ അവളെ കെട്ടിച്ചു വിടണമെന്നുള്ള ചിന്ത വെച്ച് ഇപ്പോഴേ സ്വർണ്ണങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഗതിയിലൊന്നും ഞാൻ പെട്ടുപോയില്ല. അത് ഭാഗ്യമായി. അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ആർഭാടപൂർവ്വം ജീവിച്ചു പോകുന്നു. കൊച്ചിൻ്റെ കാര്യമൊന്നും അങ്ങനെ എന്ത് ചെയ്യാൻ. പക്ഷേ ഈ റിട്ടയർമെൻറ്റിൻ്റെ സമയമായപ്പോൾ എനിക്ക് ചെറിയൊരു ഉള്ളിലൊരു ആക്രാന്തം വന്നു. ഒരു പിതാവെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം പെട്ടെന്ന് വരികയും ജോലി അങ്ങ് തീരുവാണല്ലോ, എവിടെ എങ്ങനെ കെട്ടിച്ചു വിടും, കയ്യിലങ്ങ് കാശുമില്ലല്ലോ എന്നൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുമ്പം പെൻഷൻ പറ്റിയ കാശ് മതിയായിരുന്നു ഇവളെ കെട്ടിച്ചു വിടാൻ. അതിന് ആദ്യം തൊട്ട് ഒളിപ്പിറന്ന് വീഴുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് വെപ്രാളപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പെട്ടിട്ടേ ഇല്ല ഞാൻ. അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോയി. പിന്നെ എനിക്ക് എൻഗേജായിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ടി പോലും വന്നില്ല. കാര്യം അപ്പോഴത്തേക്കും ബ്യൂട്ടിഫുൾ എന്നുള്ള പടം ഒന്ന് ഇറങ്ങിയിട്ട് VK പ്രകാശിൻ്റെ അതും രസമാണ്. ബ്യൂട്ടിഫുള്ളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പോകാൻ താല്പര്യമില്ല. എന്നോട് പറഞ്ഞ് ഇങ്ങനെ പറയട്ടാ ഒന്ന് വരുമോ ഒരു ചെറിയൊരു റോൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ട് അവൻ ഞാൻ വരുന്നില്ല, എനിക്കങ്ങ് വയ്യ, ചുമ്മാ ആവശ്യമില്ലാതെ എന്തോ കാര്യത്തിന്. എന്ന് വെച്ചാൽ ഞാൻ എന്നെ അങ്ങനെ ആക്ടറായിട്ട് ഞാൻ ശോഭിക്കാൻ പോകുന്നില്ല. പലയിടത്ത് ചെയ്തിട്ടൊന്നും ആരും അതൊന്നും റിക്കഗ്നൈസ് ചെയ്തില്ലോ. രാജീവ്കുമാർ ട്രൈ ചെയ്തു, യവൻ ട്രൈ ചെയ്തു, എന്നിട്ടൊന്നും നമ്മളങ്ങനെ ഒന്നിലും പെടുന്നില്ല. പിന്നെ ആ വഴി എൻ്റെതല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ വീണ്ടും വിളിക്കുക, എറണാകുളത്ത് ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരികയില്ല എന്ന് തറ തട്ടേ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ഒന്ന് വന്നു. ചെറിയ രണ്ട് സീനേ ഉള്ളൂ ഒന്ന് ചെയ്തിട്ട് പോകും. ഞാൻ വരില്ല, ഞാൻ വരികയില്ല. എന്നാ വേണ്ട ചെയ്യണ്ട, എറണാകുളത്തോട്ട് വല്ലതും വരുവാണെങ്കിൽ ഒന്ന് വിളിക്കുമോ, എന്നിട്ട് വന്ന് ഷൂട്ടിംഗ് ഒന്ന് കണ്ടിട്ട് പോകാമോ? ഞാൻ പറഞ്ഞു അത് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് 3-4 ദിവസം കഴിഞ്ഞ് മറന്നുപോയി. എന്നിട്ട് എറണാകുളത്ത് എന്തോ കാര്യം വാങ്ങിക്കാനോ ഏതാണ്ടെന്ന് ഞാൻ ഇന്ന് ബസ്സിലൊക്കെ കയറി അവിടെ ചെന്നു. ആ സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ വൈക്കത്തോട്ട് എന്തിനാ ഈ ബസ്സിൽ കയറി അലയുന്നേ? അതിനെക്കാട്ടി നല്ലത് ഇവൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വിടാൻ നേരം നമ്മളെ ഒരു കാറിനകത്ത് അങ്ങ് വൈക്കത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ഏക ഉദ്ദേശം അവിടെ ചെന്ന് ഇതൊക്കെ ഒന്ന് കണ്ടൊരു ബഹളമൊക്കെ വെച്ച് എടാ അങ്ങ് പോണോടാ പോയി എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല വണ്ടി വിടാം എന്ന് പറയുമ്പോൾ വേണ്ട എന്നൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് പറയും. എന്നിട്ട് അല്ല നിങ്ങൾ വണ്ടി പോയാൽ മതി, എന്നാൽ പിന്നെ വിട്ടേരെ എന്നും പറഞ്ഞ് അങ്ങ് കാറിലങ്ങ് പോകാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ അവനോട് വിളിച്ചു, എടാ ഞാൻ ഇന്നെടുത്ത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അവിടെ നിൽക്കുകയാണ്, എവിടെയാണെന്ന് പറ, അവിടെ എന്നാ വണ്ടി ഇപ്പോൾ വിടാമെന്നും പറഞ്ഞു. ഒരു വണ്ടി വിട്ടു എന്നെ ആ ലൊക്കേഷനിൽ ചെന്നു, ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു. അവിടെയൊക്കെ നിന്നു ഷൂട്ടിങ്ങൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇരുന്നു. നല്ല ബഹളമൊക്കെ ആയി, പൊതുവെ ഒരു ഉത്സാഹമൊക്കെ. അപ്പോഴും എൻ്റെ മനസ്സിലൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വലിയണം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് വണ്ടി വരും, അതോ വണ്ടി വരുത്തില്ലയോ, അതും മനസ്സിലൊരു വെപ്രാളം ഉണ്ട്. എന്നാൽ വിട്ടോ എന്നങ്ങ് പറഞ്ഞാൽ പോയില്ലേ. ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരുത്തം കൊണ്ടുവന്ന് ഒരു കറുത്ത ജുബ്ബ കൊണ്ടുവന്നു, ഇതൊന്ന് ഇട്ട് നോക്കൂ. ഞാൻ ചോദിച്ചു,
ഒന്ന് ഇട്ടേ ഞാൻ ചുമ്മാ ഇടേ ഞാൻ ഇല്ലെന്ന്. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒഴിയാൻ പറ്റാതായിരുന്നു. ആ ജുബ ഇട്ടപ്പോൾ എനിക്കാണ് തോന്നി അത് കൊള്ളാമല്ലോ ഒരു കാലത്ത്. ഞാൻ ചോദിച്ചു ഞാൻ ആരായിട്ടാണ്? അത് നിങ്ങൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിട്ട് ജാതകമൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അൺയൂഷ്വൽ എലിമെൻ്റ് എന്നെ പെട്ടെന്ന് കയറി പിടിച്ച് അത് കൊള്ളാമല്ലോ, കമ്പ്യൂട്ടറും ജാതകവും കറുത്ത ഷർട്ടും മറ്റേ കാവ്യൊക്കെ അല്ലേ വരുന്നത്. അത് കേട്ടപ്പോഴേ ആ അൺയൂഷ്വാലിറ്റി എന്നെ പെട്ടെന്ന് കയറി പിടിച്ച്. ഞാൻ പറഞ്ഞു എന്നാ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം 2 ക്യാമറ വെച്ച് ഞാൻ ഇതന്നെ 2 ക്യാമറ അതൊക്കെ അങ്ങനെയാണ് വലയിട്ട 2 ഡബിൾ ക്യാമറ വെച്ച് അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ റിയാക്ഷനൊക്കെ നമുക്ക് വേറെ ഇത് എടുത്തു വന്നത് റേഡി വെച്ചങ്ങ് കത്തിച്ച്. കാര്യം ഒന്നിനെക്കുറിച്ചും ഒന്നാമത് അഭിനയിക്കാൻ താല്പര്യമില്ല, രണ്ടാമതില്ല വൈകുന്നേരം കാറ് കിട്ടുമെന്നുള്ള, മൂന്നാമത് ഇതൊരു അൺയൂഷ്വൽ കഥാപാത്രം. ഇന്നത്തെ ഒരു ദിവസം നിന്നാൽ മതി, അത്രയും സമയം നിന്നാൽ മതി, ഓക്കെ പിന്നെ എന്നാ കാര്യം ശരി എന്ന് പറഞ്ഞ് പിടിച്ചോളാൻ. അപ്പോൾ അത്ര റിലാക്സ്ഡ് ആയിട്ടാണ് പെർഫോമൻസ്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ഹരമായി. ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ റിയാക്ഷൻസ്. അത് എനിക്കൊരു പുതിയ ബോധം കിട്ടിയത് അങ്ങനെയാണ്. സാധാരണ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ക്യാമറ നമ്മുടെ നേർക്ക് വെച്ചിട്ട് ഡയറക്ടർ ഇടുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ എന്നാണ്. ക്യാമറ അല്ല, സൗണ്ട് ക്യാമറ ആക്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇടേണ്ടത് ആക്ഷൻ അല്ല, റിയാക്ഷൻ. ആക്ഷൻ പറയുമ്പം റിയാക്ഷൻ വേണ്ട സമയത്ത് ആ റിയാക്ഷൻ കൊടുക്കാനും ആക്ഷൻ പറയുമ്പം ആക്ഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള അവരുടെ ആ ഒരു മെൻ്റൽ ക്ലൈമറ്റാണ്. അതല്ല, എനിക്കതില്ല. എനിക്കെന്ന് വെച്ചാൽ ആക്ഷൻ പറയുമ്പോൾ ആക്ഷൻ വരും, റിയാക്ഷൻ പറയുമ്പം വീണ്ടും ആക്ഷനാണ് വരുന്നത്. ഇത് വന്ന് മനസ്സിൽ പതിയുമല്ലോ ഇതാ. എന്നാൽ അതേസമയം അതിന് പറയേണ്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഡയറക്ടർ അപ്പം എന്താ പറയേണ്ടത് ശരിക്കും മറ്റേതെടുക്കുമ്പോൾ ആക്ഷൻ എന്ന് പറയണം. പിന്നെ രണ്ടാമത് ഇനി ബാലേട്ട റിയാക്ഷൻ ആണ് എടുക്കുന്നത്, വന്ന് നിന്നോളൂ, എടുത്തു ക്യാമറ സൗണ്ട് അല്ല ലൈറ്റ് സൗണ്ട് ക്യാമറ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷനിക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ ഇപ്പം ടെർമിനോളജി കിടക്കുന്നതും ഒക്കെ വേറൊരു രീതിയിലാണ്. ഞാൻ നോക്കിയപ്പോൾ റിയാക്ഷൻ നല്ല രസമായിട്ട് വന്നേക്കുന്നത്. കാര്യം ഇങ്ങനൊരു ക്യാമറ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ റിയാക്ഷൻ പിടിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരാളുടെ നേർക്ക് വെച്ച ക്യാമറ, എൻ്റെ നേർക്ക് വെച്ച ക്യാമറ, അയാൾ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ ആഹാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിനൊരു ജൈവ ഘടനയുണ്ട് ആ റിയാക്ഷന്. ആ നിമിഷത്തിൽ അപ്പം സംഭവിച്ച ഓർഗാനിക്കായിട്ടുള്ളൊരു റിയാക്ഷനാണ് അത്. അപ്പോൾ അത് 2 ക്യാമറയിലൂടെ വന്നപ്പം സിനിമയ്ക്ക് എഡിറ്റർക്ക് ഭയങ്കര സൗകര്യമാണ്. അയാൾ എഡിറ്റ് ചെയ്ത് നോക്കുന്നുള്ള നല്ല രീതിയിലാണ് ആ റിയാക്ഷൻ വന്നിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാകാം ആ പടത്തിൽ 2 സീനേ ഉള്ളെങ്കിലും പടം കണ്ടിട്ട് ഞാൻ പടം കാണാൻ പോയില്ല. കാര്യം ഇതേ പോയി തന്നെ കാണാൻ. ഇതിപ്പോൾ ഗാന്ധി സിനിമയുടെ വേറൊരു അവസ്ഥ. ഇത് പിന്നെ ഒന്നുമില്ല, ഇച്ചിരി കാണാം. ഞാൻ അതുകൊണ്ട് അത് അങ്ങനെ കാണാൻ പാതിരുന്നപ്പോഴുണ്ടോ എന്നെ കുറേ പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ പരിചയമില്ലാത്തവരൊക്കെ വിളിച്ചിട്ട് ഗംഭീരമായിരിക്കുന്നു അങ്ങനെ. ഞാൻ വെച്ച് ഈ നമ്പർ എങ്ങനെ കിട്ടി, അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ ചെറിയൊരു സീൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെട്ട് നമ്പർ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളെ വിളിക്കുക, സംസാരിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പം വേറൊരാൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചാൽ അതിവിടെ അടുത്ത് ബാലേട്ട സ്കൂൾ ഡ്രാമയിൽ എൻ്റെ കൂടെ ജൂനിയറായിട്ട് പഠിച്ച അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്തൊരു ആളിരിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കും, ആരാന്ന് വെച്ചാൽ കൊടുത്തു. കലക്കി കേട്ടു. 2 സീനേ ഉള്ളെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഗംഭീരം പെർഫോമൻസ് അതായതാണ്. ഞാൻ ചോദിച്ചു ആരായി സംസാരിക്കുക? എൻ്റെ പേര് ജയസൂര്യ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചൊരു ജയസൂര്യയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം പടം കാണാൻ പോകാറൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതാരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കൂൾ ഡ്രാമയിലൊക്കെ. അതല്ല ലേട്ടാ, ഞങ്ങൾ നേരത്തെ പരിചയമൊന്നുമില്ല, ഞാൻ ജയസൂര്യയാണ്. ഞാൻ അപ്പോൾ പെട്ടെന്ന് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് മാറി. ഞാൻ പറഞ്ഞു ശരി അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. മാന്യനാകാനൊക്കെ നോക്കി, കണ്ടു, നന്നായിരിക്കുന്നു. അങ്ങനെ സന്തോഷം. എങ്ങനെ പ്രതികരിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴും സത്യത്തിൽ ഒരാൾ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ നമുക്ക് എന്തുവാ പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും വശമില്ല. മോശം പറഞ്ഞാൽ പ്രതികരിക്കാനാണ്, ഓടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാം, എന്തെങ്കിലും ഒക്കെ പറയാം. ഈ നല്ലത് പറയുമ്പോൾ എന്തുവാ പറയുന്നത്? നന്മ സ്വീകരിക്കാൻ ലോകത്തിന് ഇപ്പോഴും അറിഞ്ഞുകൂടാ സത്യം. എനിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെ നന്മ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. തിന്മ വന്നാൽ പ്രതികരിക്കാനൊക്കെ എല്ലാവർക്കും കഴിയും, നന്മ പ്രതികരിക്കാൻ അറിയത്തില്ല എന്നുള്ളത് ഞാൻ തന്നെ അതിന് ഉത്തമ ഉദാഹരണം. ജയസൂര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരാളും മെനക്കെട്ടിപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരുത്തനോട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതൊക്കെ എനിക്ക് അറിയാതെ ഈ റിലാക്സ് ചെയ്ത് ഇതാണ് എൻ്റെ ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ ഞാൻ എന്നെ തരക്കേടില്ല എന്ന് ഞാൻ എന്നെ ഒന്ന് മാർക്കിട്ട് തുടങ്ങിയത് അപ്പം തൊട്ടാണ്.
അപ്പോൾ ട്രിവാൻഡ്രമിൽ വെച്ച് വന്ന അവസരത്തിൽ എനിക്ക് ഭയങ്കര കാര്യം ഇതേ ക്രൂ ഒക്കെ തന്നെയാണ്. ജയസൂര്യ, അനൂപ് മേനോന്, ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. അത് ചെന്നപ്പോൾ എനിക്ക് VK പ്രകാശമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനകത്തും ഞാൻ വളരെ അക്ഷമമാണ് അവിടെ. ഒക്കെ നല്ല രസകരമായ തോന്നുന്നു കഥാപാത്രം ഇങ്ങനെ കയ്യിൽ നിട്ടു. ഇതേപോലെ എനിക്ക് എന്നിലുള്ള ആ കോൺഫിഡൻസ് കൂടി. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതേസമയം അഭിനയിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതാണ് എന്നെ ഇപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. കാര്യം ആത്മവിശ്വാസം നമ്മളത് ചെയ്യുമ്പോൾ അതെങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചാൽ ജനം തിരിച്ചറിയുന്നു എന്നുള്ളത് രസതന്ത്രം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഇനി ഈ പ്രേക്ഷകർ ഏതെങ്കിലും നിമിഷത്തിൽ എന്നെ കൈവിടും. കാര്യം ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇതൊക്കെ റെപ്പറ്റീഷൻ അല്ലേ, ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന പോലെ തോന്നില്ലേ, സ്റ്റീരിയോ ടൈപ്പ് ആവുന്നില്ലേ എന്നൊക്കെ തോന്നിയാൽ ഇപ്പം എന്നെ ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ പിന്നെ അയാൾ ഇതിനെ ഇങ്ങനെയൊക്കെ കാണാൻ എന്ന് തോന്നിയാൽ അതോടെ എൻ്റെ ഇതും പോയി, സംഭവം പോയി. എല്ലാ അത്രയ്ക്കേ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചാളുകൂടി ഇങ്ങനെയൊക്കെ നിന്നാൽ ഇച്ചിരികൂടെ പ്രശസ്തിയൊക്കെ കിട്ടും, ഇച്ചിരി കാശ് കിട്ടും. ഇപ്പോൾ രാജീവ് രവി എൻ്റെ ഇവൻ മേഘരൂപൻ എന്നുള്ള പടത്തിൻ്റെ ക്യാമറ രാജീവ് രവിയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ തന്നെയും പണ്ടേ ഞങ്ങൾ തമ്മിലൊക്കെ ഉള്ള അടുപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പടത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അഭിനയിക്കാൻ പോവുക മാത്രമല്ലല്ലോ അവിടെ ചെയ്യുന്നത്. ആ ഒരു ഫുൾ പ്രോജക്റ്റിനകത്ത് ഒരു വീട്ടുകാരനെ പോലെ വ്യാപരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മധു നീലകണ്ഠൻ ക്യാമറ ചെയ്യുന്നു, രാജീവ് വെക്കുന്നത് നമ്മളുമായിട്ടുള്ള അടുപ്പം കൊണ്ട് എനിക്കിതൊക്കെ എപ്പോഴും വിസ്മയം ഈ ക്യാമറ എവിടെ വെച്ചേക്കുന്നത് അതായതാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഒക്കെ വന്ന് ഒരു പ്രാവശ്യം എന്തോ ഒരു റിഹേഴ്സൽ പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഈ ബുക്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് ഒരു സ്വാഭാവികത വരുത്താൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബിസിനസ് ആഡ് ചെയ്യണം, അത് ചൊറിച്ചിൽ ഇങ്ങനെ ഇടണം, അതിനകത്തെടുക്കാൻ എന്നും പറഞ്ഞ് ഞാൻ രാജീവ് എന്ന് പറഞ്ഞു നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയട്ടോ. ഞാൻ പറഞ്ഞു അല്ല ഇത് എടുക്കുന്നില്ലയോ, അത് എടുത്തല്ലോ. ഞാനിവിടെ ചൊരിച്ചിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് സംഭവം എടുത്തുപോയി. ക്യാമറ ഹൈഡ് വെച്ച് അതിൻ്റെ ഒരു ഗുണം അതിനകത്തുണ്ട്. അതെല്ലാം എൻ്റെ യോഗം കൊണ്ടാണ്. ഈ പ്രേക്ഷക ഭാഗത്ത് എങ്ങനെയാണോ അത് വർക്കൗട്ട് ആവുന്നത്, അതേപോലെ ആ സമയത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മനോഭാവത്തിനകത്ത് ക്യാമറ വെക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വരുന്ന മാറ്റം എന്നെ സഹായിക്കുന്നുണ്ട്.